ഹലോ ഡിയേഴ്സ്, ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് തൊട്ട് മുമ്പത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ബി എ ഹിസ്റ്ററി ഹോണേഴ്സ് സെമസ്റ്റർ 4 അതിലെ മെഡീവൽ സൊസൈറ്റീസ് എന്ന നമ്മുടെ സ്റ്റഡി ലേണിംഗ് മെറ്റീരിയൽസിൻ്റെ ഏറ്റവും അവസാനം കൊടുത്തിട്ടുള്ള മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്. 2 മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പോൾ അതിലെ 2 ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെയും സെഷൻ എ ആണ് തൊട്ട് മുമ്പത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ച എന്നുള്ള നിലയ്ക്ക് ആ 2 ക്വസ്റ്റ്യൻ പേപ്പറിലെയും സെഷൻ ബി ആണ് ഡിസ്കസ് ചെയ്യുന്നത്. കുറച്ച് ഡീറ്റെയിൽഡായിട്ട് തന്നെ ഈ ഒരു ഡിസ്കഷൻ കൊണ്ടുപോകാമെന്ന് വിചാരിക്കുന്നു. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു നോട്ട് ആവശ്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ ടെലഗ്രാം ചാനൽ യൂണി ഹിസ്റ്ററി നോട്ട്സ് എന്ന പേരിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ നോട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ അതിനോടുകൂടി തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളെപ്പോലുള്ള ആളുകളുടെ പിന്തുണയാണ് നമുക്ക് ഇത്തരത്തിലുള്ള ക്ലാസ്സുകളൊക്കെ അപ്ലോഡ് ചെയ്യാൻ പ്രചോദനമാകുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 21, ഏകദേശം 20ഓളം ക്വസ്റ്റ്യൻസ് മുമ്പുള്ള സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ച എന്നുള്ള നിലക്കാണ് ക്വസ്റ്റ്യൻ നമ്പർ 21. വാട്ട് വാസ് ദ ക്ലൂണിയാക് മൂവ്മെൻറ്റ് ആൻഡ് വൈ വാസ് ഇറ്റ് ഇമ്പോർട്ടൻറ്റ്? എന്താണ് ക്ലൂണിയാക് മൂവ്മെൻറ്റ്, അതിൻ്റെ പ്രാധാന്യം എന്ത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. 1910 ഫ്രാൻസിലെ ക്ലൂണി ആശ്രമത്തിൽ ആരംഭിച്ച സഭാ നവീകരണ പ്രസ്ഥാനമാണ് ക്ലൂണിയാക് മൂവ്മെൻറ്റ്. 1910 ഫ്രാൻസിലെ ക്ലൂണി ആശ്രമത്തിൽ തുടങ്ങിയ ഒരു നവീകരണ പ്രസ്ഥാനമായതുകൊണ്ടാണ് ക്ലൂണിയാക് മൂവ്മെൻ്റ് എന്ന് അതിന് പേര് വരാൻ കാരണം. സഭയെ രാഷ്ട്രീയ ഇടപെടലിൽ നിന്നും അഴിമതിയിൽ നിന്നും മോചിപ്പിക്കുക, സന്യാസ ജീവിതത്തിൻ്റെ അച്ചടക്കം ശക്തിപ്പെടുത്തുക, പോപ്പിൻ്റെ അധികാരം ഉയർത്തുക എന്നിവയാണ് പ്രധാന ലക്ഷ്യങ്ങൾ. അപ്പോൾ ക്ലൂണിയാക് മൂവ്മെൻറ്റിനെ സംബന്ധിച്ച് ക്വസ്റ്റ്യൻ വരുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ, പ്രാധാന്യം എന്താണ് എന്നുള്ളത്. രാഷ്ട്രീയ ഇടപെടലിൽ നിന്നും സഭയെ മോചിപ്പിക്കുക, സന്യാസ ജീവിതത്തിൻ്റെ അച്ചടക്കം ശക്തിപ്പെടുത്തുക, പോപ്പിൻ്റെ അധികാരം ഉയർത്തുക എന്നിവയാണ് പ്രധാന ലക്ഷ്യങ്ങൾ. തുടർന്ന് യൂറോപ്പിലാകെ സഭാ പരിഷ്കാരങ്ങൾക്ക് ഈ പ്രസ്ഥാനം ശക്തമായ അടിത്തറയായി മാറി. അടുത്തൊരു ക്വസ്റ്റ്യനാണ് ഹൂ വർ സെർഫ്സ് ഇൻ ദ ഫ്യൂഡൽ സിസ്റ്റം? ഫ്യൂഡൽ സിസ്റ്റത്തിൽ സെർഫ്സ് എന്ന് പറഞ്ഞാൽ ആരാണ് എന്നുള്ളതാണ്. ഫ്യൂഡൽ വ്യവസ്ഥയിൽ ഭൂമിയോട് ബന്ധിക്കപ്പെട്ട കർഷക തൊഴിലാളികളെയാണ് സെർഫുകളെന്ന് വിളിച്ചത്. അവർക്ക് ഭൂമി സ്വന്തമാക്കാൻ സാധിക്കില്ലായിരുന്നു. എന്നാൽ ഭൂ ഉടമ അവർക്ക് നൽകുന്ന സംരക്ഷണത്തിന് പകരമായി കൃഷി ചെയ്ത്, തൊഴിൽ ചെയ്ത്, വിളവിൻ്റെ ഒരു ഭാഗം, മറ്റ് സേവനങ്ങൾ എന്നിവ ഭൂ ഉടമക്ക് നൽകേണ്ടി വന്നു. വ്യക്തി സ്വാതന്ത്ര്യം വളരെ പരിമിതമായിരുന്ന ഒരു വിഭാഗമായിരുന്നു അവർ. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ. വാട്ട് ആർ ദ മെയിൻ ടീച്ചിങ് ഓഫ് കൺഫ്യൂഷ്യനിസം? കൺഫ്യൂഷ്യനിസത്തിൻ്റെ പ്രധാന അധ്യാപനം എന്താണ് എന്നുള്ളതാണ്. ധാർമ്മികത, കുടുംബ ബഹുമാനം, മാതാപിതാക്കളോടുള്ള ആദരവ്, നീതി, സത്യസന്ധത, വിദ്യാഭ്യാസം, നല്ല ഭരണകൂടം എന്നിവയ്ക്ക് പ്രാധാന്യം നൽകുന്ന ചൈനീസ് ദാർശനിക ചിന്തയാണ് കൺഫ്യൂഷ്യനിസം. സമൂഹത്തിൻ്റെ ക്രമവും ഐക്യവും നിലനിർത്താൻ ഓരോ വ്യക്തിയും തൻ്റെ കടമകൾ ആത്മാർത്ഥമായി നിർവഹിക്കണമെന്ന് കൺഫ്യൂഷ്യസ് ലോകത്തെ പഠിപ്പിച്ചു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ഒരു പ്രസ്ഥാനമാണ്, ഒരു ആശയമാണ് കൺഫ്യൂഷ്യനിസം എന്നുള്ളത്. ഓക്കെ, മറ്റൊരു ക്വസ്റ്റ്യൻ. വാട്ട് വാസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ഹാറൂൺ അൽ റഷീദ്? അദ്ദേഹത്തിൻ്റെ ഭരണകാലത്തെ വളരെ സവിശേഷമായ കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസ് ആണ്. ഈ ഹാറൂൺ റഷീദിനെ കുറിച്ച് പറയുമ്പോൾ അബ്ബാസിയ ഖലീഫയായ ഹാറൂൺ റഷീദ്, നമ്മൾ നേരത്തെ ഭരണകൂടങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇസ്ലാമിക ഭരണകൂടങ്ങളെക്കുറിച്ച്. അപ്പോൾ അതിൽ ഫസ്റ്റ് റാഷിദൂൻ, അതിനുശേഷം ഉമയ്യഡ്, അതിനുശേഷം വരുന്ന ഒരു ഭരണകൂടമാണ് അബ്ബാസിയ ഖിലാഫത്ത് അല്ലെങ്കിൽ അബ്ബാസിയ ഭരണകൂടം. അപ്പോൾ അബ്ബാസിയ ഖലീഫയായ ഹാറൂൺ റഷീദ് 786 മുതൽ 809 വരെ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ഭരണകാലം എന്നുള്ളത്. ആ ഭരണകാലത്ത് ഇസ്ലാമിക സുവർണകാലമായി കണക്കാക്കപ്പെടുന്നു. ആ ഭരണകാലത്തെ ഇസ്ലാമിക സുവർണകാലമായി, ഗോൾഡൻ ഏജ് ഓഫ് ഇസ്ലാമിക് സൊസൈറ്റി, ഓക്കെ, അങ്ങനെ കണക്കാക്കപ്പെടുന്നു. ബഗ്ദാദ് കേന്ദ്രീകരിച്ചായിരുന്നു ഈ അബ്ബാസിയ ഭരണകൂടം ആദ്യം ഉണ്ടായിരുന്നത്. അവിടെ ശാസ്ത്രം, സാഹിത്യം, വൈദ്യശാസ്ത്രം, വ്യാപാരം, കല എന്നിവയുടെ പ്രധാന കേന്ദ്രമായി ബഗ്ദാദ് വളർന്നു. വിവിധ രാജ്യങ്ങളുമായി നയതന്ത്ര ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുകയും വിജ്ഞാന വികസനത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ ഹാറൂൺ റഷീദിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിക് ഗോൾഡൻ ഏജ്, ഓക്കെ, ബഗ്ദാദ് കേന്ദ്രീകരിച്ചായിരുന്നു. ശാസ്ത്രം, സാഹിത്യം, വൈദ്യശാസ്ത്രം, വ്യാപാരം, കല എന്നിവയുടെ പ്രധാന കേന്ദ്രമായി ബഗ്ദാദ് വളർന്നത് ഹാറൂൺ റഷീദിൻ്റെ ഭരണകാലത്താണ്. ഓക്കെ, അതാണ് ഹാറൂൺ റഷീദിൻ്റെ ഭരണകാലവുമായി ബന്ധപ്പെട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സിഗ്നിഫിക്കൻസ് എന്നുള്ളത്. അടുത്തൊരു ക്വസ്റ്റ്യൻ. വാട്ട് ഡു ദ ടേം ദാറുൽ ഇസ്ലാം ആൻഡ് ദാറുൽ ഹർബ്? ദാറുൽ ഇസ്ലാം
അതുപോലെ തന്നെ ദാറുൽ ഹർബ്. എന്താണ് ഈ ഒരു പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ്. ദാറുൽ ഇസ്ലാം, ദാർ എന്ന് പറഞ്ഞാൽ ഇടം, ഭവനം എന്നുള്ള അർത്ഥത്തിലൊക്കെ വരുന്ന ഒരു പദമാണത് അറബിയിൽ. അപ്പോൾ ദാറുൽ ഇസ്ലാം എന്നത് ഇസ്ലാമിക ഭരണവും മത സ്വാതന്ത്ര്യവും നിലനിന്നിരുന്ന പ്രദേശങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. ഇസ്ലാമിക ഭരണവും, ഇസ്ലാമിക ഭരണകൂടം, മത സ്വാതന്ത്ര്യവും നിലനിൽക്കുന്ന പ്രദേശത്തെ സൂചിപ്പിക്കുന്ന പദമാണ് ദാറുൽ ഇസ്ലാം. ഓക്കെ, അപ്പോൾ ഇസ്ലാമിൻ്റെ ദേശം, ഇസ്ലാമിൻ്റെ പ്രദേശം എന്നുള്ള അർത്ഥത്തിലൊക്കെ നമുക്കതിനെ ചുരുക്കി മനസ്സിലാക്കാം. ഇനി ദാറുൽ ഹർബ് എന്ന് പറഞ്ഞാൽ മുസ്ലിം ഭരണത്തിന് കീഴിലല്ലാത്ത രാജ്യങ്ങളെയോ പ്രദേശങ്ങളെയോ സൂചിപ്പിക്കാൻ ഈ പദം ഉപയോഗിച്ചു. അല്ലെങ്കിൽ ദാറുൽ ഹർബ് എന്നാൽ മുസ്ലിം ഭരണത്തിന് കീഴിലല്ലാത്ത രാജ്യങ്ങളെ, പ്രദേശങ്ങളെയൊക്കെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പദമാണ് ദാറുൽ ഹർബ്. അപ്പോൾ ദാറുൽ ഇസ്ലാം എന്നുള്ളത് ഇസ്ലാമിക ഭരണവും മത സ്വാതന്ത്ര്യവും നിലനിൽക്കുന്ന പ്രദേശങ്ങളെ സൂചിപ്പിക്കുന്ന പദം ദാറുൽ ഇസ്ലാം എന്നുള്ളത്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കൂ. വാട്ട് ഈസ് ദ സ്കോളാസ്റ്റിസിസം എന്നുള്ളത്. സ്കോളാസ്റ്റിസിസം എന്നാൽ എന്താണ് എന്നുള്ളതാണ്. മധ്യകാല യൂറോപ്പിലെ സർവകലാശാലകളിൽ വളർന്ന ഒരു ദാർശനിക ദൈവശാസ്ത്ര പഠന രീതിക്കാണ് എന്ത് പറയുന്നത്, സ്കോളാസ്റ്റിസിസം എന്ന് പറയുന്നത്. വിശ്വാസവും യുക്തിചിന്തയും, ഫെയ്ത്ത് ആൻഡ് റീസൺ, തമ്മിൽ സമന്വയം കണ്ടെത്തുക എന്നതായിരുന്നു ഇതിൻ്റെ പ്രധാന ലക്ഷ്യം. യുക്തിചിന്തയെയും വിശ്വാസത്തെയും സമന്വയിപ്പിച്ചുകൊണ്ട് കൂടുതൽ സത്യത്തെ അന്വേഷിക്കുന്ന ഒരു പഠന രീതി, അതാണ് ഈ സ്കോളാസ്റ്റിസിസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചോദ്യോത്തരങ്ങൾ, അതുപോലെ തന്നെ യുക്തിവാദം, സംവാദം എന്നിവയിലൂടെയൊക്കെ സത്യാന്വേഷണം നടത്തുകയായിരുന്നു പ്രധാന രീതി. പ്രത്യേകിച്ച് ക്രൈസ്തവ ദൈവശാസ്ത്രത്തെ യുക്തിപരമായി വിശദീകരിക്കാൻ, ബുദ്ധിപരമായി വിശദീകരിക്കാൻ ഈ രീതിയെ ഉപയോഗിച്ചു. സെൻറ്റ് തോമസ് അക്വിനാസ് ആണ് ഈ സ്കോളാസ്റ്റിസിസത്തിൻ്റെ പ്രധാന പണ്ഡിതനായി അറിയപ്പെടുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ പേര് എന്നുള്ളത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ദ ഹിബ്രു ബൈബിൾ ആൻഡ് വാട്ട് ആർ ഇറ്റ്സ് മെയിൻ ഡിവിഷൻസ്. ഹിബ്രു ബൈബിളിനെ സംബന്ധിച്ച് അതിൻ്റെ പ്രധാന വിഭാഗം ഏതൊക്കെയാണ് എന്നുള്ളതാണ്. ഹിബ്രു ബൈബിൾ അഥവാ താനഖ്, താനഖ് യഹൂദ മതത്തിൻ്റെ വിശുദ്ധ ഗ്രന്ഥമാണ്. യഹൂദരുടെ മതവിശ്വാസം, ചരിത്രം, നിയമങ്ങൾ, ധാർമ്മിക ബോധനം എന്നിവ ഇതിൽ ഉൾക്കൊള്ളുന്നു. ക്രൈസ്തവരുടെ പഴയ നിയമം, അതിൻ്റെ അടിസ്ഥാന ഗ്രന്ഥമായും ഇത് കണക്കാക്കപ്പെടുന്നു. ഇതിന് 3 പ്രധാന ഭാഗങ്ങളുണ്ട്. തോറ, നെവി, കേത്തുവീം. യഹൂദരുടെ മതവിശ്വാസം, ചരിത്രം, ധാർമ്മികത, ആരാധനാ പാരമ്പര്യം എന്നിവയുടെ അടിസ്ഥാന ഗ്രന്ഥമാണ് ഏത്, ഹിബ്രു ബൈബിൾ എന്നുള്ളത്. അപ്പോൾ ഇതിൽ തോറ എന്ന് പറഞ്ഞാൽ നിയമങ്ങളെ സംബന്ധിച്ച് പറയുന്ന പുസ്തകം, നവീം എന്ന് പറഞ്ഞാൽ പ്രവാചകന്മാരെ സംബന്ധിച്ചും പ്രവാചകന്മാരുടെ ജീവിത ചരിത്രങ്ങളെ സംബന്ധിച്ചൊക്കെ പറയുന്നത്, കേത്തൂവീം എന്ന് പറഞ്ഞാൽ അവരുടെ നിയമങ്ങൾ ഉൾക്കൊള്ളുന്ന, ചരിത്രങ്ങൾ ഉൾക്കൊള്ളുന്ന, ധാർമ്മികതയെ സംബന്ധിച്ച ടെക്സ്റ്റുകളൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിനാണ് കേത്തൂവീം എന്ന് പറയുന്നത്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട 3 ഭാഗങ്ങളാണ് ഈ ഹിബ്രു ബൈബിളിനുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അതും മനസ്സിലാക്കി വെക്കുക. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. ഹു വാസ് ക്ലോവിസ്. ആരായിരുന്നു ക്ലോവിസ് എന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ ചരിത്രപരമായ സവിശേഷതകൾ എന്താണ് എന്നുള്ളതാണ്. ക്ലോവിസ് ഫസ്റ്റ് ഫ്രാങ്ക് രാജവംശത്തിലെ പ്രധാന ഭരണാധികാരിയായിരുന്നു. 5-ാം നൂറ്റാണ്ടിൽ വിവിധ ഫ്രാങ്ക് ഗോത്രങ്ങളെ ഏകീകരിച്ച് ശക്തമായ രാജ്യം സ്ഥാപിച്ചു. ക്രിസ്തുമതം സ്വീകരിച്ചതിലൂടെ യൂറോപ്പിൽ ക്രിസ്തീയ മതത്തിൻ്റെ വ്യാപനത്തിന് വലിയ പിന്തുണ ലഭിക്കുകയും ഫ്രാൻസിൻ്റെ രൂപീകരണത്തിന് അടിത്തറയാവുകയും ചെയ്തു. അപ്പോൾ ക്ലോവിസ് എന്നുള്ളത് ഫ്രാൻസ് രാജവംശത്തിലെ പ്രധാന ഭരണാധികാരിയായിരുന്നു. അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടം എന്നുള്ളത് 5-ാം നൂറ്റാണ്ടിൽ. വ്യത്യസ്തങ്ങളായ ചിതറിക്കിടന്നിരുന്ന ഫ്രാങ്ക് ഗോത്രങ്ങളെ ഏകീകരിച്ച് ശക്തമായൊരു രാജ്യം അദ്ദേഹം സ്ഥാപിച്ചു. അദ്ദേഹം ക്രിസ്തുമതം സ്വീകരിച്ചതിലൂടെ യൂറോപ്പിൽ ക്രിസ്തീയ മതത്തിൻ്റെ വ്യാപനത്തിന് വളരെയധികം വലിയ പിന്തുണ ലഭിക്കുകയും ഫ്രാൻസ് എന്നുള്ള ഒരു രാജ്യത്തിൻ്റെ രൂപീകരണത്തിന് അടിത്തറയായി അദ്ദേഹം വർത്തിക്കുകയും ചെയ്തു. പിൽക്കാലത്ത് നടന്ന ഫ്രാൻസിൻ്റെ രൂപീകരണത്തിന് ഇതെല്ലാം അടിത്തറയാവുകയും ചെയ്തു. അടുത്തൊരു ക്വസ്റ്റ്യനാണ്. വാട്ട് ഈസ് മൊണാസ്റ്റിസിസം. മൊണാസ്റ്റിസിസം ലോക കാര്യങ്ങളിൽ, ഭൗതിക ലോകത്തെ സംബന്ധിക്കുന്ന കാര്യങ്ങളെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ആത്മീയ ജീവിതം നയിക്കുന്ന സന്യാസ പരമ്പരയ്ക്ക് പറയുന്ന പേരാണ് മൊണാസ്റ്റിസിസം എന്ന്. സന്യാസിമാർ, അതുപോലെ തന്നെ സന്യാസിനികൾ, മോങ്സ് ആൻഡ് നൺസ്, ആശ്രമങ്ങളിൽ, മൊണാസ്ട്രീസ് എന്ന് പറഞ്ഞാൽ ആശ്രമങ്ങൾ. അപ്പോൾ ആശ്രമങ്ങളിൽ, മൊണാസ്ട്രികളിൽ താമസിച്ച് പ്രാർത്ഥനയും ധ്യാനവും സേവന പ്രവർത്തനങ്ങളും നടത്തി ജീവിച്ചു. ദാരിദ്ര്യം, ബ്രഹ്മചര്യം, അനുസരണം എന്നീ പ്രതിജ്ഞകൾ പാലിക്കുകയായിരുന്നു അവരുടെ ജീവിത രീതി. വിദ്യാഭ്യാസം, ഗ്രന്ഥ സംരക്ഷണം, രോഗി സേവനം, അതുപോലെ തന്നെ മതപ്രചാരണം എന്നിവയിൽ
സന്യാസിമാർ പ്രധാന പങ്ക് വഹിച്ചു. യൂറോപ്പിനെ സംബന്ധിച്ചിടത്തോളം ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ വളർച്ചയ്ക്കും വിജ്ഞാന സംരക്ഷണത്തിനും ഈ മൊണാസ്റ്റിസിസം എന്നുള്ള ഈ ഒരു മൂവ്മെൻറ്റ് വലിയ സംഭാവനകൾ നൽകി. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ മൊണാസ്റ്റിസിസം എന്ന് പറഞ്ഞാൽ ഈ ഭൗതിക കാര്യങ്ങളൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് ആത്മീയ ജീവിതം നയിക്കുന്ന ഒരു സന്യാസി സമൂഹത്തിന് പറയുന്ന, അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടായിരുന്ന ഒരു മൂവ്മെൻറ്റിന് പറയുന്ന പേരാണ് ഈ മൊണാസ്റ്റിസിസം എന്നുള്ളത്. അപ്പോൾ ഈ അതിൽ സന്യാസിനികൾ അവർക്ക് മൊണാസ്ട്രികളിൽ താമസിച്ച് അവരുടേതായ പ്രാർത്ഥനയും ധ്യാനവും സേവന പ്രവർത്തനങ്ങളൊക്കെ നടത്തി ജീവിച്ചു. അവർ ദരിദ്രരായി ബ്രഹ്മചര്യം പാലിച്ചുകൊണ്ട് അനുസരണയോടുകൂടി അവരുടേതായ പ്രതിജ്ഞകളൊക്കെ പാലിച്ചുകൊണ്ടായിരുന്നു അവരുടെ ജീവിത രീതി. അവരുടെ പ്രധാന പ്രവർത്തന മേഖല എന്നുള്ളത് വിദ്യാഭ്യാസം, ഗ്രന്ഥ സംരക്ഷണം, രോഗി സേവനം, അതിനോടൊപ്പം തന്നെ മതപ്രചാരണം എന്നിവയിൽ അവർ വളരെയധികം വലിയ പങ്ക് വഹിച്ചു. യൂറോപ്പിനെ സംബന്ധിച്ചിടത്തോളം ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ വളർച്ചയ്ക്കും വിജ്ഞാന സംരക്ഷണത്തിനും ഈ മൊണാസ്റ്റിസിസം വലിയ സംഭാവനകൾ നൽകി. അടുത്തൊരു ക്വസ്റ്റ്യനാണ്, വാട്ട് വാസ് ദ ഹൂ സ്കൂൾ ഇൻ ചൈനീസ് ആർട്ട്? ചൈനീസ് കലകളിലെ ഹൂ സ്കൂൾ അല്ലേ, അതൊരു ചിത്രകല പാരമ്പര്യമാണ് ചൈനീസ് ആർട്ടുമായി ബന്ധപ്പെട്ട്. അത് എന്തായിരുന്നു എന്നുള്ളതാണ് മിങ് രാജവംശകാലത്ത് ചൈനയിൽ വികസിച്ച ഒരു ചിത്രകലാ പാരമ്പര്യമാണ് വൂ സ്കൂൾ എന്നുള്ളത്. വ്യക്തിപരമായ സൃഷ്ടിപരത, പ്രകൃതി ദൃശ്യങ്ങളുടെ മനോഹര ചിത്രണം, സാഹിത്യപരമായ കലാഭാവം എന്നിവയ്ക്ക് ഇത് വളരെയധികം പ്രാധാന്യം നൽകി. പണ്ഡിത കലാകാരന്മാർ നേതൃത്വം നൽകിയ ഈ ശൈലി ചൈനീസ് ചിത്രകലയുടെ വളർച്ചയിൽ നിർണായക സ്വാധീനം ചെലുത്തി. അടുത്തൊരു ക്വസ്റ്റ്യനാണ്, വാട്ട് വാസ് എ മാനർ ഇൻ ദ ഫ്യൂഡൽ സിസ്റ്റം? ഈ ഫ്യൂഡൽ വ്യവസ്ഥയിലെ മാനർ എന്നുള്ളത് എന്തായിരുന്നു എന്നുള്ളതാണ്. അത് ഫ്യൂഡൽ വ്യവസ്ഥയിലെ ഭൂ ഉടമയുടെ കൃഷിയിടവും അതിനോട് ചേർന്ന ഗ്രാമവും ഉൾപ്പെടുന്ന സാമ്പത്തിക ഘടകമായിരുന്നു. അപ്പോൾ ഒരു ഗ്രാമത്തിൻ്റെ ഭാഗമാണ്, ഒരു ഗ്രാമമാണത് അല്ലേ. ഭൂ ഉടമയുടെ വസതി, കൃഷിഭൂമി, ദേവാലയം, മിൽ, സെർഫുകളുടെ വീടുകൾ അല്ലേ. ഭൂ ഉടമയ്ക്ക് വേണ്ടി തൊഴിലെടുക്കുന്ന ആളുകൾക്കാണ് സെർഫുകൾ എന്ന് പറഞ്ഞ അവരുടെ വീടുകൾ എന്നിവ ഇതിൽ ഉൾപ്പെട്ടിരുന്നു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ സ്വയം പര്യാപ്തമായ ഗ്രാമീണ സാമ്പത്തിക വ്യവസ്ഥയുടെ കേന്ദ്രമായിരുന്നു മാനർ എന്നുള്ളത്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ, നൈറ്റ്സ് ഇൻ മിഡിവൽ സൊസൈറ്റി. ആരായിരുന്നു നൈറ്റ്സ് എന്നുള്ളത്? നൈറ്റ്സ് എന്നാൽ മധ്യകാല യൂറോപ്പിലെ കുതിരപ്പുറത്ത് യുദ്ധം ചെയ്ത പ്രൊഫഷണൽ യോദ്ധാക്കൾക്ക് പറയുന്ന പേരാണ് നൈറ്റ്സ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നൈറ്റ് എന്ന് പറഞ്ഞാൽ മധ്യകാല യൂറോപ്പിലെ കുതിരപ്പുറത്ത് യുദ്ധം ചെയ്ത പ്രൊഫഷണൽ യോദ്ധാവ്. രാജാവിനെയോ പ്രഭുവിനെയോ സംരക്ഷിക്കുക, യുദ്ധങ്ങളിൽ പങ്കെടുക്കുക എന്നുള്ളതൊക്കെ ആയിരുന്നു അവരുടെ പ്രധാന ജോലി എന്നുള്ളത്. അവരുടെ ഒരു സവിശേഷത അല്ലെങ്കിൽ ധൈര്യം, വിശ്വസ്തത, മര്യാദ, ദുർബലരെ സംരക്ഷിക്കൽ, അതൊക്കെയായിരുന്നു അവരുടെ പ്രധാന സവിശേഷത എന്നുള്ളത്. ഇതൊക്കെ അവരുടെ പെരുമാറ്റച്ചട്ടവുമായി ബന്ധപ്പെട്ട, ഷിവൽറിയുമായി ബന്ധപ്പെട്ട, പെരുമാറ്റ മൂല്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടെയായിരുന്നു. അപ്പോൾ ഷിവൽറി എന്നുള്ളത് എന്താണെന്നുള്ളത് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. അത് മധ്യകാല യൂറോപ്പിലെ നൈറ്റ്സ് പാലിക്കേണ്ടിയിരുന്ന ധാർമ്മികവും സാമൂഹികവുമായ പെരുമാറ്റച്ചട്ടങ്ങൾക്ക് പറയുന്ന പേരാണെന്ത്? ഷിവൽറി എന്നുള്ളത്. അപ്പോൾ അവരുടെ ധൈര്യം, വിശ്വസ്തത, മര്യാദ, ദുർബലരെ സംരക്ഷിക്കൽ, ഇതൊക്കെ അവരുടെ പെരുമാറ്റച്ചട്ടവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. മറ്റൊരു ക്വസ്റ്റ്യൻ, നിയോ കൺഫ്യൂഷനിസം. അത് എന്താണ്? ആദ്യകാല കൺഫ്യൂഷനിസവുമായി ബന്ധപ്പെട്ട് വേറിട്ട് നിൽക്കുന്നത് അല്ലെങ്കിൽ വ്യത്യാസപ്പെടുത്തുന്നത് എന്നുള്ളതാണ്. നിയോ കൺഫ്യൂഷനിസം എന്നുള്ളത് സോങ് രാജവംശകാലത്ത് രൂപപ്പെട്ട കൺഫ്യൂഷൻ ചിന്തകളുടെ നവീനമായ രൂപമാണ് എന്ത്? നിയോ കൺഫ്യൂഷനിസം എന്നുള്ളത്. ബൗദ്ധ, ദാവോയിസ്റ്റ് ആശയങ്ങൾ ഉൾക്കൊണ്ട് ധാർമ്മികതയ്ക്ക് പുറമെ പ്രപഞ്ചത്തിൻ്റെ സ്വഭാവത്തെയും മനുഷ്യൻ്റെ ആത്മീയ വളർച്ചയെയും വിശദീകരിച്ചു. പഴയ കൺഫ്യൂഷനിസത്തേക്കാൾ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഴയ കൺഫ്യൂഷനിസത്തേക്കാൾ കൂടുതൽ ദാർശനികവും ആത്മീയവുമായ സമീപനമാണ് ഈ നിയോ കൺഫ്യൂഷനിസം മുന്നോട്ട് വെച്ചത്. അപ്പോൾ അതാണ് അതിൽ നിന്ന് വ്യത്യസ്തപ്പെടുത്തുന്ന, ആദ്യകാല കൺഫ്യൂഷനിസവുമായി വ്യത്യസ്തപ്പെടുത്തുന്ന നിയോ കൺഫ്യൂഷനിസത്തിൻ്റെ പ്രധാന പോയിൻ്റ് എന്നുള്ളത്. എന്താണത്? ദാർശനികവും ആത്മീയവുമായ സമീപനം പഴയ കൺഫ്യൂഷനിസത്തേക്കാൾ കൂടുതൽ മുന്നോട്ട് വെച്ച ഒരു പ്രസ്ഥാനം കൂടെയായിരുന്നു നിയോ കൺഫ്യൂഷനിസം എന്നുള്ളത്. അടുത്തൊരു ക്വസ്റ്റ്യൻ, എന്താണ് ഹജ്ജ്? ഇസ്ലാമിൽ അതിൻ്റെ സവിശേഷത എന്താണ് എന്നുള്ളതാണ്. ഹജ്ജ് എന്നുള്ളത് ഇന്നത്തെ സൗദി അറേബ്യയിലെ മക്കയിൽ നടത്തുന്ന ഇസ്ലാമിൻ്റെ നിർബന്ധിത തീർത്ഥാടനത്തിന് പറയുന്ന പേരാണെന്ത്? ഹജ്ജ് എന്നുള്ളത്. സാമ്പത്തികവും ശാരീരികവുമായ കഴിവുള്ള ഓരോ ഇസ്ലാം മത വിശ്വാസികളും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈ ഹജ്ജ് എന്നുള്ള കർമ്മം നിർവഹിക്കണം. അപ്പോൾ ഈ ഹജ്ജ് എന്നുള്ളത് സൗദി അറേബ്യയിലെ മക്കയിലെ മസ്ജിദുൽ ഹറം എന്ന് പറയുന്ന ഒരു ദേവാലയത്തിൽ
നടത്തുന്ന അല്ലെങ്കിൽ അതിലേക്ക് നടത്തുന്ന അല്ലെങ്കിൽ ആ ഒരു പ്രദേശം കേന്ദ്രീകരിച്ച് നടത്തുന്ന ഒരു തീർത്ഥാടനമാണ് എന്ത് ഹജ്ജ് എന്നുള്ളത്. അപ്പോൾ അത് ചെയ്യേണ്ട ആളുകൾ സാമ്പത്തികവും ശാരീരികവുമായ കഴിവുള്ള ഓരോ ഇസ്ലാം മത വിശ്വാസിയും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇത് നിർവഹിച്ചിരിക്കണം. ഇത് ഇസ്ലാമിൻ്റെ 5 അടിസ്ഥാന സ്തംഭങ്ങളിൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അല്ലേ, 5 പില്ലേഴ്സ്, അതിലേറ്റവും സവിശേഷമായ ഒന്നാണ്. മുസ്ലിങ്ങളുടെ ഐക്യം, സമത്വം, അള്ളാഹുവിനോടുള്ള സമർപ്പണം എന്നിവയുടെ പ്രതീകമായാണ് ഹജ്ജ് കണക്കാക്കപ്പെടുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ, വാട്ട് വാസ് ദ വൈറ്റ് ലോട്ടസ് റിബല്യൻ? എന്താണ് വൈറ്റ് ലോട്ടസ് റിബല്യൻ എന്നുള്ളത്? 1796 മുതൽ 1804 വരെയാണ് അതിൻ്റെ കാലഘട്ടം എന്നുള്ളത്. ചൈനയിലെ ചിങ് രാജവംശം അല്ലേ, അതിൻ്റെ സ്പെല്ലിങ് ശ്രദ്ധിക്കണേ, ചിങ് രാജവംശം. വൈറ്റ് ലോട്ടസ് റിബല്യൻ എന്നുള്ളത് വലിയൊരു കർഷക കലാപമായിരുന്നു. അത് നടന്ന വർഷം 1796 മുതൽ 1804 വരെ. അത് ആർക്കെതിരെയായിരുന്നു? ചിങ് രാജവംശത്തിനെതിരെ നടന്ന ഒരു കർഷക കലാപമായിരുന്നു. വൈറ്റ് ലോട്ടസ് എന്ന മതപ്രസ്ഥാനത്തിൻ്റെ, അപ്പോൾ അതിന് നേതൃത്വം നൽകിയിരുന്നത് വൈറ്റ് ലോട്ടസ് എന്ന മതപ്രസ്ഥാനത്തിൻ്റെ അനുയായികളാണ് കലാപത്തിന് നേതൃത്വം നൽകിയത്. അമിതമായ നികുതി, അഴിമതി, നാട്ടിൽ സർവ്വവ്യാപകമായ ദാരിദ്ര്യം, ഭരണകൂടത്തിൻ്റെ ജനങ്ങളോടുള്ള അനീതികൾ എന്നിവയായിരുന്നു കലാപത്തിൻ്റെ പ്രധാന കാരണങ്ങൾ എന്നുള്ളത്. അടുത്തൊരു ക്വസ്റ്റ്യനാണ്, വാട്ട് വാസ് ദ ഫ്രാൻസിസ്കൻ ഓർഡർ? എന്തായിരുന്നു ഫ്രാൻസിസ്കൻ ഓർഡർ എന്നുള്ളത്? അത് 1209 വിശുദ്ധ ഫ്രാൻസിസ് ഓഫ് അസീസി സ്ഥാപിച്ച ക്രൈസ്തവ സന്യാസ സഭയാണ് ഇത് ഫ്രാൻസിസ്കൻ ഓർഡർ എന്നുള്ളത്. അത് ദാരിദ്ര്യം, ലാളിത്യം, സമാധാനം, സേവനം എന്നിവയാണ് അതിൻ്റെ അല്ലെങ്കിൽ ഈ സഭയുടെ പ്രധാന ആശയങ്ങൾ എന്നുള്ളത്. വിദ്യാഭ്യാസം, രോഗി സേവനം, മതപ്രചാരണം, ദരിദ്രരുടെ സംരക്ഷണം എന്നിവയിലൂടെ മധ്യകാല ക്രൈസ്തവ സമൂഹത്തിൽ ഫ്രാൻസിസ്കൻ സഭ വലിയ സ്വാധീനം ചെലുത്തി. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് സ്ഥാപിക്കുന്നത് വിശുദ്ധ ഫ്രാൻസിസ് ഓഫ് അസീസി 1209 സ്ഥാപിച്ച ഒരു ക്രൈസ്തവ സന്യാസ സഭയാണ് എന്ത്, ഈ ഫ്രാൻസിസ്കൻ സഭ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ സെഷൻ ബിയുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ആ 2 ക്വസ്റ്റ്യൻ പേപ്പറിൽ, മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് തുടർന്നുള്ള ദിവസങ്ങളിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ എല്ലാവിധ പിന്തുണയും പ്രതീക്ഷിച്ചുകൊണ്ട് അടുത്തൊരു വീഡിയോയുമായി കാണാം. ഓക്കെ, താങ്ക്സ്.